ദൈവനാമം വാഴ്ത്തപ്പെടാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ പത്രോസിന്റെ ലേഖനം എന്ന വിഷയത്തിൻ്റെ 3-ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് സഹകരണത്തിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ സെക്ഷനിൽ 3-ാം അധ്യായത്തിൻ്റെ 22 വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ഈ സെക്ഷനിൽ 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം മുതൽ നമ്മുടെ ചിന്ത തുടരുകയാണ്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി. കഷ്ടത കാണുമ്പോഴൊക്കെ നമുക്ക് പലപ്പോഴും നിരാശയും പിറുപിറുപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെ പറയുക, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ധരിക്കണം. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണല്ലോ അതിന് പറഞ്ഞു. നമ്മൾക്ക് അവൻ കഷ്ടം ധരിച്ചതിന് നമ്മൾ കഷ്ടതയെ ഒഴിവാകില്ല. കഷ്ടതയില്ലാത്ത ജീവിതമൊന്നുമല്ല ക്രിസ്തു ജീവിതം. കർത്താവ് പറഞ്ഞത് കഷ്ടമുണ്ടെന്ന് തന്നെയാണ്. പൗലോസ് കഷ്ടം വരുന്നതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങളത് ആ ഭാവം തന്നെ ആയുധമായി ധരിക്കാനാണ് പത്രോസ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ ആധുനിക ഉപദേശകർ ചിലരൊക്കെ കർത്തനെ കണ്ടുമുട്ടിയാൽ പിന്നെ കഷ്ടത ഇല്ലെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ വചനം പറയുന്നത് കഷ്ടത ഉണ്ടെന്ന് തന്നെയാണ്. യഥാർത്ഥ ക്രിസ്ത്യാനി യഥാർത്ഥമായിട്ട് കർത്താവിനെ സേവിക്കുന്ന കഷ്ടതയും പ്രയാസവും പ്രതികൂലവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലും പിടിച്ചു നിന്ന് ദൈവത്തെ സേവിക്കുന്നവനാണ് യഥാർത്ഥ ദൈവഭക്തൻ. അല്ല, എല്ലാ കാര്യവും ഓക്കെ കിട്ടി എല്ലാ നന്മയും കിട്ടുമ്പോൾ ആർക്കാ ദൈവത്തെ വിളിക്കാൻ പാടില്ലാത്തത്? എല്ലാവരും ദൈവത്തെ ശ്രദ്ധിക്കും. പക്ഷേ നന്മകളെ എല്ലാ തകർച്ചകളും കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും ഉള്ളപ്പോൾ ദൈവത്തെ മനസ്സറിഞ്ഞ് വിളിക്കുന്നവനാണ്, ദൈവത്തെ സേവിക്കുന്നവനാണ്, സാക്ഷ്യം വയ്ക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനകത്തെ ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് ആരുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ്? ഇവിടെ പലപ്പോഴും നാം നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുക. വചനം പറയുന്നത് നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കണം എന്നാണ്. അടുത്തത്, അങ്ങനെ ജീവിക്കുന്നത് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ നിങ്ങൾ പാപം വിട്ടൊഴിയണം. പാപത്തോടുകൂടി യാത്ര ചെയ്തുകൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ കഴിയില്ല. പാപത്തെ വിട്ടൊഴിഞ്ഞെങ്കിൽ മാത്രമാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പാപത്തെ വിട്ടൊഴിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തർ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നാം ആ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വിഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതിയുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളവിടെ പറയുന്നുണ്ട് അല്ലേ? കാമാർത്ഥികൾ, മോഹങ്ങൾ, വിഞ്ഞുകുടി, വെറിക്കൂത്ത്, മദ്യപാനം, ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന, അങ്ങനെയുള്ള കാലഘട്ടമൊക്കെ നടന്ന കാലഘട്ടമൊക്കെ ഇനി അത് മതി, അങ്ങനൊക്കെ ഒഴിവാക്കണം. എന്ത് ചെയ്യണം? ദുർനടപ്പിൻ്റെ അതേ കൗച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദൂഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പേണ്ടി വരും. ഇതിനായിട്ടുള്ള മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത് ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായ ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യണമെന്ന് തന്നെ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ന്യായം വിധി ദൈവം ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നന്മ ചെയ്തും പാപത്തെ ഒഴിവാക്കിയും ദൈവത്തിന് ഇഷ്ടപ്പെടാൻ ജീവിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഏകദേശം കാലഘട്ടം അന്ത്യകാലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര സമയം കൊണ്ട് പറയുക കർത്താവിനെ എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. കർത്താവ് എപ്പോൾ സംഭവിച്ചാലും എടുക്കപ്പെടുന്നതിന് കൂടുതൽ നമ്മൾ ആയിത്തീരണം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം, നിർമ്മതരായിരിക്കണം, സകലത്തിന് മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കണം. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറിക്കുന്നു അല്ലേ? സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറിക്കുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ചീർക്കുന്നില്ല. നമ്മൾക്ക് നേരത്തെ പഠിച്ചുള്ള കാര്യങ്ങളാണ്. സ്നേഹമുണ്ടെങ്കിൽ
ഒരാൾ തെറ്റ് ചെയ്താലും നമ്മൾ ക്ഷമിച്ചെന്ന് വരും. സ്നേഹം ഇല്ലെങ്കിലോ നമ്മൾ ആ തെറ്റിനെ പെരുപ്പിച്ച് അത് അങ്ങനെ ചെയ്തിങ്ങനെ പറഞ്ഞ് നമ്മൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ സ്നേഹം നമ്മെ ക്ഷമയിലേക്ക് നയിക്കുകയാണ്. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് തന്നെയാണ്. ഇത് നമ്മൾ ക്ഷമിക്കുന്നത് കൊണ്ടാണ്, നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു ക്രൂശുമരണത്തിലൂടെ. അത് ഏകജാതനപുത്രനെ വിശ്വസിക്കുന്നവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദിവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മെ സ്നേഹിച്ചവൻ. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുക. അവൻ ദീർഘക്ഷമിക്കുക. സ്ഥിരക്ഷമയല്ല, ദീർഘക്ഷമയാണ്. നമ്മളതുപോലെ തന്നെ ആകണമെന്ന് പറയുന്നത്. പിറുവിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഓരോരുത്തർക്ക് ഓരോ കൃപ ലഭിച്ചിട്ടുണ്ട്. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, പ്രസംഗിപ്പാൻ, അല്ലേ, ദാനങ്ങളെന്ന് കൊടുക്കുവാൻ, പല നിലകളിൽ ഓരോരുത്തർക്ക് കൃപ. ആ കൃപ കൊണ്ട് നമ്മൾ ഇതിനെ അന്യോന്യം ശുശ്രൂഷിക്കണം. അന്യോന്യം ശുശ്രൂഷിക്കാൻ നമ്മൾ ഒരു കൂട്ടു ഉത്തരവാദിത്വമുണ്ട്. പരസ്പരം ബലപ്പെടുത്തുവാൻ, ആശ്വസിപ്പിക്കുവാനൊക്കെ ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നിട്ട് പറയാം, ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു. അപ്പോൾ ഈ പ്രസംഗിക്കാൻ ചിലർ പറയും പ്രസംഗിക്കാൻ എല്ലാവരും കഴിയുമെന്ന് പറഞ്ഞാൽ, പക്ഷേ എല്ലാവർക്കും പ്രസംഗിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും പ്രസംഗം കഴിയുമില്ല. പ്രത്യേകിച്ച് ദൈവദിനം പ്രസംഗിക്കാൻ എല്ലാവരും കഴിയുന്ന വരികയില്ല. ലോകത്തിൻ്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലല്ലോ ദൈവദിനം പ്രസംഗം. ദൈവദിനം പ്രസംഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ദിവസം പ്രാപിച്ചതിനെ പറ്റുള്ളൂ. അപ്പോൾ പ്രസംഗം കേൾക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, അവൻ എന്ത് ചെയ്യുകയാണ്? പ്രസംഗം എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. കർത്താവിൽ നിന്ന് പ്രാപിച്ച് അറിയിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. ദൈവനും വായിച്ച് കേൾപ്പിക്കുന്നത് ദൈവത്തിലെ ചില കാര്യങ്ങളെല്ലാം പറയുന്നതോടെ നിങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വേദവസ്തം വായിക്കുന്നവർ ആർക്കും നിർബന്ധമൊന്നുമില്ല. എൻ്റെ കേൾവിക്കാരെല്ലാവരും തുടർച്ചയായിട്ട് വേദവസ്തം വായിക്കുന്നതിനുള്ള ചിന്ത എനിക്കില്ല. തുടർച്ചയായി വേദവസ്തം വായിക്കുന്നവരും പലയാവർത്തി വേദവസ്തം വായിച്ച് തീർത്തവരും ചിലപ്പോൾ എൻ്റെ കേൾവിക്കാരിലുണ്ടായിരിക്കുക. അതേസമയം തന്നെ തുടർമാനമായ വേദവസ്തം വായിക്കാത്ത ആളുകളും ഉണ്ട്. അതുകൊണ്ട് അവർക്കൂടെ മനസ്സിലാൻ വേണ്ടിയാണ് എല്ലാ വാക്യങ്ങളും വായിച്ചു വിടുന്നത്. ഓക്കെ, ചിലർക്ക് ഒരുപക്ഷെ ദിവസം വായിക്കാൻ താല്പര്യമുണ്ടായിട്ട് കയ്യിലൊരു വേദവസ്തം ഇല്ലാത്ത ആളുകളുമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ നമ്മുടെയൊക്കെ വീട്ടിൽ 2, 3, 4, 5 വേദവസ്തമൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് തന്നെ 3-4 ഭാഷകളിലെ വേദവസ്തം ചില കയ്യിലുണ്ടാവും. തമിഴുള്ളവരുണ്ട്, ഹിന്ദിയുള്ളവരുണ്ട്, ഇംഗ്ലീഷുള്ളവരുണ്ട്, ഇംഗ്ലീഷ് തന്നെ പല ട്രാൻസ്ലേഷനുള്ളവരുണ്ടാവും. അതേസമയം തന്നെ ഒരു വേദവസ്തം പോലും ഇല്ലാത്ത കുടുംബങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതൊക്കെ ചില സമയത്ത് ഹൗസ് വിസിറ്റിംഗ് നടത്തുമ്പോഴൊക്കെ ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുമ്പോൾ ചിലവെന്ന് ചോദിക്കരുത്, ഒരു വേദവസ്തം തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വായിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്, കയ്യിലില്ലാത്തവരുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കും കൂടെ കേൾക്കാനാണ് നമ്മളിതിങ്ങനെ വായിച്ചു വിടുന്നത്. ഓക്കെ, ഒരു ദൈവത്തിന് അരുളപ്പാട് അടുത്ത പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെയും ഇത് ശുശ്രൂഷിക്കുന്നെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഏർപ്പെട്ടെ. നമ്മൾ എന്ത് ചെയ്താലും, പാടിയാലും പ്രാർത്ഥിച്ചാലും പ്രസംഗിച്ചാലും ആരാധിച്ചാലും ഒക്കെ ദാനം ചെയ്താലും അതിഥി സൽക്കാരങ്ങളൊക്കെ ദൈവം മഹത്വപ്പെടണം. കാരണം എന്താണ്? മഹത്വവും ബലവും എന്നേക്കുമാണുള്ളത്. ആമേൻ. ദൈവനാമമുഖത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ആര് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്ത് ചെയ്താലും കുഴപ്പമില്ല. പാടിയ നല്ല കാര്യം, പ്രാർത്ഥിച്ച നല്ല കാര്യം, പ്രസംഗിച്ച നല്ല കാര്യം. പക്ഷെ ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തായിരിക്കണം? ദൈവനാമമുഖത്തിനെ ബേസ് ചെയ്തായിരിക്കണം. ഓക്കെ, പ്രിയമുള്ളവർ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ച് പോകരുത്. കഷ്ടം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേ വേറെ ആർക്കും ഇല്ലാത്തൊരു വലിയ പ്രശ്നം എനിക്കുണ്ടെന്നൊക്കെ പറയാറുണ്ട്. എന്നോ അതൊരു അപൂർവ കാര്യമൊന്നും അല്ലാതെ എന്താണ്? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. കണ്ടോ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. കാരണം എന്താണ്? അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രതീക്ഷയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഇപ്പം എന്തെങ്കിലും കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടുകയൊന്നും വേണ്ട. നഷ്ടപ്പെടുകയും ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ അതിൻ്റെ പ്രത്യക്ഷതകളിൽ പ്രതിഫലമുണ്ട്.
നമുക്ക് സന്തോഷിപ്പാൻ കർത്താവ് നമുക്ക് അവസരമൊരുക്കുവാൻ ഇടയായിത്തീരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈ പുസ്തകമായിട്ടൊക്കെ പോകുമ്പോൾ ആളുകൾ കളിയാക്കാറുണ്ട്, റോഡിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ കളിയാക്കാറുണ്ട്, അല്ല പറമ്പിലൊക്കെ ഒരു ചെറിയൊരു കൺവെൻഷൻ നടത്തുമ്പോൾ ആൾക്കാർ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ വീണ്ടും എടുത്തൊരു കൺവെൻഷൻ നടത്തി ചിലപ്പോൾ ആൾക്കാർ കളിയാക്കാറുണ്ട്. എന്തിന്? സോഷ്യൽ മീഡിയയിലൂടെ ഈ സന്ദേശങ്ങൾ പറയുമ്പോഴും ഇതിന് മുകളിൽ താഴെ വന്നിട്ട് കമൻ്റ് ഇട്ട് പരിഹസിക്കുന്നവർ പോലും ഉണ്ട്. എന്നിട്ട് എന്താ ഞങ്ങൾ ഈ പരിപാടി നടത്താത്തത് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളുടെ ഓരോ നിന്ദകൾക്കും ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്നുള്ളതാണ്. ഇനി ഏതൊരു ശാസ്ത്രജ്ഞൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്, പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അതിഥികൾ വരാറുണ്ട്, അതിഥികൾ. അപ്പോൾ അതിൻ്റെ വീട് വരുമ്പോൾ ഗേറ്റ് എപ്പോഴും അടച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗേറ്റ് തള്ളി തുറന്നിട്ട് വേണം ഈ ആ വീടിനകത്തെ പ്രവേശിക്കാനായിട്ട്. അപ്പോൾ ഈ വരുന്ന വിസിറ്റേഴ്സ് ഈ ഗേറ്റ് തള്ളുമ്പോൾ ഈ ഗേറ്റ് തള്ളിയൊക്കെ തുറക്കാൻ ഭയങ്കര പാടാണ്. എങ്കിലും അവരുടെ ആവശ്യം അദ്ദേഹത്തെ കാണുക എന്നുള്ളതായതിൻ്റെ പേരിൽ അത് തള്ളി തുറന്ന് ഇങ്ങോട്ട് കയറി വരും. ഒരിക്കല് ഒരു മനുഷ്യൻ വന്നു, അദ്ദേഹവും ഗേറ്റ് തള്ളി തുറന്നകത്ത് കയറി. അടിപൊളിയോട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു ശാസ്ത്രജ്ഞനാണ്, ഈ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അവിടെ ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളും ചെയ്തത്, പക്ഷെ നിങ്ങൾ സ്വന്തം വീടിൻ്റെ ഗേറ്റ് പോലും നേരാവണ്ണം തുറക്കുവാൻ വേണ്ട രീതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്നത് നിങ്ങൾ എന്ത് ശാസ്ത്രജ്ഞനാണ് ചോദിച്ചത്. അദ്ദേഹത്തെ കളിയാക്കാണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെ ഗേറ്റ് അങ്ങനെ അതിനൊരു ഉദ്ദേശമുണ്ട്. ഈ ഗേറ്റിൽ നിങ്ങൾ ശക്തി കൊടുത്ത് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആ ബലത്തിനനുസൃതമായിട്ട് അത്രയ്ക്കും അളവിൽ കിണറ്റിൽ നിന്ന് വെള്ളം വരെ ടാങ്കിൽ എത്തിച്ചേരുമെന്ന്. അപ്പോൾ ഈ ഗേറ്റിൽ നിന്ന് ആരെല്ലാം ശക്തിയോട് ഗേറ്റ് തള്ളി തുറക്കുന്നുവോ ആ ശക്തിക്കനുസരിച്ച് അത്രമാത്രം വെള്ളം ടാങ്കിൽ നിറയുകയാണ്. അപ്പം ഈ സത്യം മനസ്സിലാക്കാതെയാ ഇയാളവരെ കുറ്റം പറഞ്ഞത്. ഇതുപോലെ ഞങ്ങളെ നിന്ദിക്കുമ്പോൾ ഓർക്കണം, ഞങ്ങളെ പരിഹസിക്കുമ്പോൾ ഓർക്കണം, ഞങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കൂടിക്കൊണ്ടേയിരിക്കുക. ഞങ്ങളുടെ ടാങ്കിൽ ദൈവിക അനുഗ്രഹത്തിൻ്റെയും ദൈവിക പ്രതിഫലത്തിൻ്റെയും അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ സന്തോഷത്തോടെ പിന്നെയും ഇത് ചെയ്യുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ക്ലാസ് ആണെങ്കിലും ഇത് 260 അതിൻ്റെ അടുത്ത നമ്പറിലായിട്ടുണ്ട് ഈ ക്ലാസ്സിന് ഓർമ്മ. അപ്പോൾ ഇത്രയും ചെയ്തത് നെഗറ്റീവുകൾ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു, നേരിട്ട് ചോദിച്ച ചോദ്യങ്ങളുണ്ടായിരുന്നു, മറ്റുള്ളവരുടെയൊക്കെ ചോദിച്ച ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് ഞങ്ങൾ വായിക്കാതെ പിന്നെ ഇത് ചെയ്യുന്ന കാര്യം എന്ന് ചോദിച്ചാലേ, ഇതൊക്കെ അനുസരിക്കുന്നത് ഒരു അനുഗ്രഹമാണ്, വിശ്വസിക്കുന്നത് ആത്മരക്ഷയ്ക്ക് കാരണമായി തീരുന്നു. ഞങ്ങളെ ആരും നിന്ദിച്ചാൽ അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുന്നു. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തോടെ നിങ്ങൾ സഹിക്കണമെന്നാൽ സന്തോഷമുള്ള കാരണം എന്താണ്? അതിനൊക്കെ പ്രതിഫലമുണ്ടെന്നുള്ളത്. പ്രതിഫലമുണ്ട്. എപ്പോഴാണ്? നമ്മുടെ തേജസ്സിൻ്റെ പ്രതീക്ഷയിൽ ഉല്ലസിച്ചാണ് ഈ പന്നട് വരും. കൃഷ്ണനാമകേതുവായി നിങ്ങൾ സഹിക്കണമെന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളാരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരോ അങ്ങനെ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടി വന്നത്, പരകാരത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ന്യായവിധി ദൈവവർഗത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ
ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ചോദ്യം കണ്ടോ? ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തൊരു ഗതി എന്താകും? അതിന് പൗലോസ് മറുപടി എന്താണ്? സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും വല്ലഭതയുടെ മഹത്വം വിട്ടകന്ന് നിത്യനാശ ശിക്ഷാവിധി അനുഭവിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം അനുസരിക്കാൻ വലിയ ഉത്തരവാദിത്തമാണ്. അനുസരിക്കാതെ പോലെ ശിക്ഷാവിധി ഉള്ളതുകൊണ്ട് ദൈവനം കേട്ട് മാനസാന്തരപ്പെട്ട് പാവങ്ങളേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനാണ് തീരുമാനമെടുക്കുക. തീരുമാനമെടുത്തവർ ഒരു ദിവസം പഠിക്കുമ്പോൾ ജീവിതത്തിൽ ഇനിയും വരുത്തുന്നതായ ക്രമീകരണങ്ങളെ വരുത്തിക്കൊണ്ട് നവീകരണം വരുന്ന ജീവിതം കർത്താവ് സഹായിക്കട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? നമ്മൾ ദൈവഷ്ടപ്രകാരം കഷ്ട സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തൻ്റെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ ഭരമേൽപ്പിക്കട്ടെ. നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം, നാം ദൈവനം കേൾക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ ഓർക്കണം, കർത്താവിന് വേണ്ടി കഷ്ട സഹിക്കാൻ ഒന്നും നഷ്ടമായി തീരുകയില്ല. എനിക്ക് പ്രതിഫലമുണ്ട്. നിന്ന് കേട്ടാൽ, പരിഹാസം കേട്ടാൽ, ഉത്തരവ് സഹിച്ചാലൊക്കെ പ്രതിഫലമുണ്ട് മക്കളെ. പക്ഷെ ഇത് സഹിക്കേണ്ടി വരുമെന്ന് വെച്ചാൽ ആരും പിന്മാറി പോകരുത്. പിന്മാറി പോകുന്നതിൽ തന്നെ പ്രസാദമില്ല. എന്നാലേ ദൈവത്തോടെ നിൽക്കുക നിശ്ചയമായി ഇതിനെ അനുഗ്രഹിപ്പാൻ ഇടയായി തീരും. നമ്മൾ വീണ്ടും 5-ാം അധ്യായത്തിൽ വരികയാണ്. നിങ്ങളുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ വിചാരങ്ങളുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ജാഗ്രതത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നതായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നിരിക്കൊണ്ട് അത് ചെയ്യുവീൻ. ഇവിടെ ഇടയന്മാരോട് പറയുക, അധ്യക്ഷന്മാരോട് പറയുക, മൂപ്പന്മാരോട് പറയുക, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ കീഴിലുള്ളതായ ദൈവമക്കളെ, ആട്ടിൻകൂട്ടത്തെ നിങ്ങളെ മേയ്ക്കണം, ഭക്ഷണം കൊടുക്കണം. മേയ്ക്കണം, ഭക്ഷണം കൊടുക്കാനുള്ള. പണ്ട് ഒരാള് സ്വാഗതത്തിന് പോയപ്പോൾ ഒരു ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് പോന്നു. അപ്പോൾ പാസ്റ്റർ വിചാരിച്ചൊരു പുതിയ വിശ്വാസിയെ സഹോദരൻ സുവിശേഷം പറഞ്ഞ് കൊണ്ടുവന്ന് വിചാരിച്ചിട്ട് ചോദിച്ചു, ഇദ്ദേഹം ആരാ എന്താ ചോദിച്ചു. അതേ പറഞ്ഞ ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞു വിശ്വാസി. ചോദിച്ചു, എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുവന്ന് സുവിശേഷം പറഞ്ഞ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതല്ല, പിന്നെന്താണ്? ഇവിടെ പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് പനിയായിട്ട് ഒരുപാട് ആഴ്ചയായി. പാസ്റ്റർ എല്ലാ ആഴ്ചയിലും തന്നെ പറയുന്നത്. ഇനി ഇന്ന് ഡോക്ടറെ കൊണ്ടെങ്കിലും നോക്കിച്ച് ഇഞ്ചക്ഷനോ അത് കൊടുക്കാൻ പറ്റുന്ന അറിയാൻ വേണ്ടി വന്നതാണോ? എല്ലാ ആഴ്ചയും പത്രോസിൻ്റെ അമ്മായിമ്മ ആകരുത്. എല്ലാ ആഴ്ചയും ദാവീദും ഗോലിയാത്തും മാത്രം ആകരുത്. ശുശ്രൂഷന്മാരെ സംബന്ധിച്ചുള്ള ദൈവം വായിക്കുകയും പഠിക്കുകയും ചെയ്ത് അവർക്ക് അതത് ദിവസത്തിന് വേണ്ടതായ മേച്ചൽ കൊടുക്കുവാൻ ഉത്സാഹികളായിരിക്കണം. കർത്താവിൽ പ്രാപിച്ച് ലഭിച്ചു കൊടുക്കണം. അവർ പല വേദനയോടും പല ആവശ്യബോധത്തോടേക്ക് അവർ വരുന്നത്. അപ്പം അവർ വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശീലനം അവരോട് സംസാരിക്കത്തക്ക രീതിയിൽ നമ്മൾ അവരെ ശുശ്രൂഷിപ്പാനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കണം. അതിനുവേണ്ടി നാം ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദിവ്യാത്മാവിനുള്ളിൽ പ്രകാശിക്കുന്ന ദൂത് അവരുമായി ഷെയർ ചെയ്യുവാനായിട്ടുള്ളവരാണ്. ഓക്കെ, ഇത് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ്, നമ്മുടെ ആരെയല്ല. സഭ ദൈവത്തിൻ്റെതാ, വിശ്വാസം ദൈവത്തിൻ്റെതാ. നമ്മളെ സൂക്ഷിപ്പുകാരാണെന്നുള്ളൂ. കുറച്ച് കാലം നമ്മളെ തന്നിരിക്കുക സൂക്ഷിക്കാനായിട്ട്. ആ സമയം നമ്മളവർ നോക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തം. ആവശ്യമായ വചനം കൊടുക്കണം, അവരെ പരിപാലിക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം. ചിലപ്പോൾ വടിയും ചിലപ്പോൾ കോലും പഠിക്കേണ്ടി വന്നേക്കാം, അത് ചെയ്യണം. ഇന്ന് പലപ്പോഴും ദിവസന്മാർ ശാസിക്കാനും മെനക്കെടാറില്ല. കാരണം ഓരോ ചിന്തിക്കുന്നത് 3 വരെ അവിടെ ഉള്ളൂ. ഞാൻ ശാസിച്ച് ഇവരൊരു എതിരഭിപ്രായം ഉണ്ടായിട്ട് എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിച്ച് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല. നമ്മളെ കർത്താവ് അവിടെ 3 ദിവസമേ ആക്കി വെച്ചിട്ടുള്ളെങ്കിലും ആ 3 ദിവസം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിരവധിയായി നിവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ തൊഴിലിനോട് നമ്മൾ ചെയ്യുന്ന വിശ്വസ്ത. നാം ദൈവത്തിന് കാണിക്കേണ്ട വിശ്വസ്ത തന്നെയാണ്.
പിന്നെ ദൈവത്തിന് ഹിതമാമണം നടത്തണം, ദുരാഗ്രഹം പാടില്ല, ഉന്മേഷത്തോടെ ആയിരിക്കണം. പിന്നെ കർത്തൃത്വം നടത്തുക എന്നുള്ളതല്ല, ആട്ടിൻകൂട്ടത്തിനെ മാതൃകയായി ജീവിക്കുക എന്നുള്ളതാണ്. അടുത്തത്, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പോൾ ഇവരെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നതിന് ഒരു കിരീടമുണ്ട്. അവരെ മേയിക്കുന്നതിന്, അവരെ പരിപാലിക്കുന്നതിന് ഒക്കെ എന്തുണ്ട്? നമുക്ക് ഇടയശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടങ്ങൾ ലഭിക്കും. എന്തുകൊണ്ടാണ് വാടുന്ന കിരീടം എന്ന് പലപ്പോഴും പറഞ്ഞു ചോദിച്ചാൽ, അവരുടെ നാട്ടിൽ ആ കാലം ഫലസ്തീനിലൊക്കെ ഇതിലൊക്കെ മത്സരങ്ങൾ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഒലിവില കൊണ്ടൊരു കിരീടമൊക്കെ ഉണ്ടാക്കി തല വെച്ച് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അതിൽ വാടിപ്പോവും. പക്ഷേ ആ സദസ്സിന് മുമ്പിൽ ആ കിരീടം ലഭിക്കുമ്പോൾ അതൊരു പ്രശംസയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ കിരീടം വാടിപ്പോവും, അല്ലെ വാടിപ്പോവും. നമുക്ക് ലഭിക്കുന്നത് കിരീടങ്ങൾ വാടാത്തതാണ്, നഷ്ടപ്പെട്ടു പോകാത്തതാണ്, നശിച്ചു പോകാത്തതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വാടാത്ത കിരീടം പ്രാപിക്കാനായിട്ട് ആ നിലകളിൽ ദൈവത്തെ പരിപാലിപ്പാനായിട്ട് അധീക്ഷന്മാർക്ക്, ഇടയന്മാർക്ക് ഇവിടെ വരട്ടെ. അവണ് വിളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവീൻ. ഇവിടെ വചനം പറയുക, ഒരു കീഴടങ്ങുന്ന മനോഭാവം നമുക്ക് ഉണ്ടാകണം. ആരാണ് ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങണം? എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കണം. ഇന്നത്തെ നമ്മുടെ ദൈവസഭയ്ക്കകത്തെ താഴ്മയൊന്നുമില്ല. ഞാൻ പറഞ്ഞ എല്ലാവരും കേൾക്കണമെന്നല്ലാതെ മറ്റുള്ളവർ പറഞ്ഞത് ഞാൻ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആ നിലകളിലേക്ക് അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകാധിപതികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ തലമുറയ്ക്കൊരു മാറ്റം വരണം. അടുത്തത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ഉണ്ടോ? ദൈവത്തിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യം നീളം. ദൈവം എപ്പോഴും നമ്മൾ എതിർത്ത് നിൽക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയങ്ങളവും പാടില്ല, അല്ലാത്ത നിങ്ങളവും പാടില്ല. ഓരോ സമയത്ത് നാം ദിവസങ്ങളിൽ ആകേണ്ട പോലെ വിനയപ്പെട്ട് ജീവിപ്പാനേ കർത്താവ് നമ്മരുടെയും സഹായിക്കുമാറാകട്ടെ. ആർക്കെങ്കിലും ഇതിലും കിട്ടുമെങ്കിൽ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവമാണ്. അടുത്ത വാക്യം പറയാം, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന് ബലമുള്ള കൈക്കീഴ് താണിരിക്കുകയാണ്. മനുഷ്യർ തമ്മിൽ താണിരിക്കാതെ മാത്രമല്ല, ഒരു ഉയർച്ചയും ഒരു നന്മയും ഒരു വിടുതലും നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ദൈവത്തിന് കയ്യിൽ താണിരിപ്പാനായിട്ട് കയറ്റണം. ദിവസങ്ങളിലൊരു വിനയമനോഭാവം നമുക്ക് ഉണ്ടാകണം. ദിവസം താണിരിപ്പാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. 7ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകലവും അവൻ്റെ മേലിട്ട് കൊള്ളുവീൻ. വിവിധ പ്രശ്നങ്ങളും വിവിധ ആവശ്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന പലരുമുണ്ട്. ആത്മാവിശ്വാസം പറയുക, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ സകല ചിന്താകലവും അവനെ വിളിച്ചു കൊടുക്കുക. നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, എൻ്റെ ഭാരം ഏതുമാകട്ടെ, എൻ്റെ ആവശ്യം ഏതുമാകട്ടെ, ആവശ്യ ദിവസം തുറന്നു പറയുമ്പോൾ നിശ്ചയമായി കൂടി കരുതുവാനിടയായിത്തീരും. അവസരങ്ങളത്തെ മാറ്റം വരുത്തുവാനിടയായിത്തീരും. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ഓർമ്മിപ്പിക്കാനുണ്ടെങ്കിലും ഞാൻ സമയക്കുറവുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഓർക്കുക, നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. നീ നിനക്ക് വേണ്ടി ചിന്തിക്കുന്നതിനേക്കാൾ, നിനക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ അധികമായിട്ട് നിനക്ക് വേണ്ടി ചിന്തിക്കുന്ന കരുതുന്ന ഒരു ദൈവമുണ്ട്. ആദ്യത്തിൽ വിശ്വസിക്കുക, ലജ്ജിക്കേണ്ടി വരികയില്ല. എൻ്റെ ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടാകുമോ? എന്നെ ആര് സഹായിക്കും? നിൻ്റെ സാഹചര്യത്തിന് ദൈവത്താൽ മാറ്റമുണ്ടാകും. ദൈവം നിന്നെ സഹായിക്കും. സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം, എല്ലാവർക്കും സഹായിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ വിശ്വസിക്കുക, അവൻ്റെ പ്രവർത്തന ജീവിതത്തിലെ നന്മയായി വിടുതലായി വെളിപ്പെടുവാനിടയായിത്തീരും. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. പ്രതിയോഗി പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങും തിരിഞ്ഞ് ചുറ്റി നടക്കുക. ഇതാ നമ്മെ വീഴ്ത്തുവാനായിട്ട് പിശാച് കൂടി നടക്കുക. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളൊക്കെ വിശ്രമിക്കുമ്പോഴും വിശ്രമമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തി പിശാചാണ്. പിശാചിന് വിശ്രമമൊന്നുമില്ല. ആരെ വിഴുങ്ങിടുന്ന എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞ് നടക്കുക. നമ്മളെ കെണിയിലെടുക്കപ്പെടാതിരിക്കണം. അവനെ ഇടം കൊടുക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് നമ്മൾ അവനെ ഒഴിഞ്ഞിടണം. യാക്കോബിനെ വായിച്ച പോലെ അവനെ എതിർത്ത് നിന്ന് വിജയം പ്രാപിച്ചോണം. ലോകത്ത് നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് അവകാശപ്പെടുന്നത് തന്നെ
പൂർത്തിയായി വരുന്നെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. വിശ്വാസം സ്ഥിരമുള്ളവരായി എതിർത്ത് നിൽക്കണം, ഈശോയുടെ എതിർത്ത് നിൽക്കണം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം ചെയ്യുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യജേസനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം നന്നേക്കുവാനുള്ളത്. ആമേൻ. നമ്മൾ ഉറപ്പിച്ച് നടത്തുന്ന ദൈവമുണ്ട്. അവൻ നന്നേക്കും നമ്മൾ ഉറപ്പിച്ച് നിർത്തും. വാടിക്കുന്ന സപ്പോർട്ട് കൊടുക്കുന്ന പോലെ നമുക്കൊരു സപ്പോർട്ടറുണ്ട്. അതിനും പറഞ്ഞാൽ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ഇതിന് കഴിയില്ല കർത്താവ്. നമ്മൾ പലപ്പോഴും അറിഞ്ഞു ഒറ്റയ്ക്കല്ലല്ലോ, നമ്മുടെ ഇവിടെ കർത്താവില്ലേ. ഈ കഷ്ടങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഈ പ്രതികൂലങ്ങൾ, ഈ ദുരിതങ്ങൾ, ലോകമൊന്നും ഒറ്റയ്ക്കല്ല. നമ്മുടെ ഒരു കർത്താവുണ്ട്. കർത്താവിനെ സഹായിക്കും. ആ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ടാകണം. നിങ്ങളെ പ്രബോധിപ്പിച്ചു. നിങ്ങൾ ഈ നിൽക്കുന്ന ദൈവത്തിൻ്റെ നിത്യത സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിലോനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ സഹോദരനായ ബാബിലോണിലെ സഭയും മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ബന്ധത്താൽ തമ്മിൽ വന്ദനം ചൊല്ലുവിൻ. ക്രിസ്തുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഇവിടെ അദ്ദേഹം വന്ദനം ചൊല്ലിക്കൊണ്ട് തൻ്റെ ആ ദൗത്യം അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പത്രോസ് ക്രിസ്തു ശിഷ്യൻ്റെ ഉത്തരവാദിത്വം നിലയിൽ, ഒരു ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വ നിലയിൽ പറയേണ്ട കാര്യമുണ്ട്. അവൻ സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം, അവൻ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, പരസ്പരം എങ്ങനെയായിരിക്കണം, മനുഷ്യനും മനുഷ്യനുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, മനുഷ്യനും ദൈവം തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, കാര്യങ്ങളെല്ലാം പറഞ്ഞു. കഷ്ടതയും പ്രയാസവും പ്രതികൂലമൊക്കെ ഉണ്ടാകുമ്പോഴും അത് സഹിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയാൻ ഓർമ്മയുണ്ട് തീർന്നു. മാത്രമല്ല കഷ്ടം സഹിക്കുന്നതിന്, പ്രതികൂലങ്ങൾ സഹിക്കുന്നതിനൊക്കെ ഒരു പ്രതിഫലമാണെന്ന് കർത്താവ് വചനം പഠിപ്പിക്കേണ്ടതായി തീർന്നു. കഴിഞ്ഞ ആളുകളെ നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കുക. ഒരു പക്ഷേ കഷ്ടയുടെ നടുവിൽ, പ്രയാസം നടുവിലൊക്കെ പിറുപിറുക്കുകയോ എന്നെ റിസ്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്തിനാണ് റിസ്ക് എടുത്തത് ചിന്തിച്ച് അങ്ങനെയൊക്കെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ദൈവാത്മാവിനെ ബുദ്ധിമുട്ടിക്കുക. ഒരു പുതിയ സമർപ്പണത്തോടെ, പുതിയ തീരുമാനത്തോടെ കഷ്ടം സഹിക്കേണ്ടി വന്നാലും നഷ്ടം സഹിക്കേണ്ടി വന്നാലും എൻ്റെ യേശുവിനെ വീട്ടിൽ ഞാൻ എങ്ങും പോവുകയില്ല എന്നുള്ള ആവശ്യം ജയിപ്പാനായിട്ട് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. പിശാചിനോട് എടുത്തു നിൽപ്പാനുള്ള കൃപയ്ക്കാൻ വിധി യാചിക്കാം. അതും ഉയർത്തുന്നതിനായിട്ട് കൈകൾ താണിരിപ്പാനുള്ള കൃപയ്ക്കാൻ വിധി യാചിക്കാം. മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾ സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം. എനിക്കൂടി കരുതുന്ന ദൈവം വിശ്വാസത്തോടുകൂടി അവൻ്റെ മുഖത്ത് നോക്കാം. നമ്മൾ നിശ്ചയമായി അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ശേഷം ഞങ്ങൾ പത്രോസിൻ്റെ ലേഖനം 1 ലേഖനം പഠിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ആരംഭ സെക്ഷൻ മുതൽ ഏത് സെക്ഷൻ വരെയും അതിനും പഠിച്ച മക്കളെ സ്ഥലം ഭാരമേൽപ്പിക്കുന്നു. നിങ്ങളുടെ വിധങ്ങൾ സംസാരിപ്പാൻ ഇടയായിത്തീർന്നല്ലോ. ഒരാത്ത മിനിമം പരിശോധന പൂരിപ്പിക്കുമ്പോഴാകണമേ. അവതരം പഠിച്ച് അതിന് പ്രളയ അനുഗ്രഹപ്രായപ്പം ഇവരെല്ലാവരും സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്, എൻ്റെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവരുണ്ട്. കർത്താവ് അവരെല്ലാവരും അനുഗ്രഹിക്കുമ്പോഴാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം പഠിച്ച് അതിൽ വിശ്വസ്തരായി നിന്നുകൊണ്ട് വലിയ പ്രതികരണങ്ങളെ പ്രായിപ്പാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കഷ്ടങ്ങളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളും ഉപദ്രവങ്ങളും എല്ലാം ഉണ്ട്. കർത്താവെ, ക്ഷീണിച്ചു പോകാതെ ഞങ്ങൾ വലിയൊരു പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ നിന്നെ വിശ്വസ്തർ സ്നേഹിപ്പാണ് കൃപ എനിക്ക് വിടുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. വിശാലിൻ്റെ അടുത്തിൽ പല കൃപ നൽകണമേ കർത്താവെ. സന്നയിൽ വിനയമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾ ഉയർത്തുന്ന സമയം വരെയും ക്ഷമയുടെ കാത്തിരിപ്പാണ് കൃപ നൽകണമേ. എൻ്റെ കഷ്ടങ്ങളിലെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് കരുതുന്ന ദൈവം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ആവശ്യത്തിലും വെച്ചുകൊണ്ട് മുന്നോട്ട് കൃപ നൽകുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നു. ഈ പഠിതാക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനോട് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി, ഭൗമികമായി, ശാരീരികമായി, മാനസികമായിട്ട് എല്ലാവരും അഭിവൃദ്ധി പ്രായപ്പം കർത്താവ് അധികമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. ഈശ്വരനാമം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദർശന രചന നന്ദി പറയുന്നത് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിനെ വരുന്നത് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറുതെന്ന് സൂക്ഷിക്കണം. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് അടുത്ത സെക്ഷനിൽ പത്രോസിൻ്റെ 2ാം ലേഖനം നമുക്ക് പഠിച്ചു തുടങ്ങാം.
പ്രാർത്ഥന വരെ ഓർമ്മിപ്പിക്കുന്നു. സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക, ശുശ്രൂഷയെടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.